ഏറ്റവും പ്രധാനമായി മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്ന് ജിൽസ സൂചിപ്പിച്ചതുപോലെ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതിസന്ധികളൊക്കെ ഒന്നും തന്നെ ഇല്ല. ജില്ലയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 299 ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അത് വിവിധയിടങ്ങളിൽ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അപകട സാധ്യത നിലനിൽക്കുന്ന മേഖലയിലെ ആളുകളെ മാറ്റി താമസിപ്പിച്ചതുമായ ആളുകളാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇപ്പം നമ്മളുള്ളത് ജിൽസ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാണക്കാട് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ ആ ഒരു പ്രദേശത്താണ്. കഴിഞ്ഞ 3 ദിവസമായി ഒരു പ്രദേശത്ത് പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിൽക്കുന്നത്. ഇപ്പോൾ മണ്ണ് മാറ്റി നീക്കം ചെയ്യുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇന്നലെ മണ്ണ് ഭാഗികമായി നീക്കം ചെയ്തിരുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം വരെ മഴ ചെറിയ തോതിൽ ഉണ്ടായപ്പോൾ നിർത്തിവെച്ചതാണ്. ഇന്ന് രാവിലെ 7:30യോടുകൂടി വീണ്ടും ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡ് പൂർണ്ണമായും ഈ റോഡിലുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി മണ്ണ് കുമിഞ്ഞുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് കൂടി നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇവിടെ നടക്കും. അതിനുശേഷമായിരിക്കും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനം ജില്ലാ ഭരണകൂടം എടുക്കുക. കാരണം മണ്ണ് ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും മണ്ണ് ഇനി ഏതെങ്കിലും തരത്തിൽ ബാക്കി ഇവിടെ ഇനി കുറച്ച് മണ്ണ് കൂടി അവശേഷിക്കുന്നുണ്ട് ആ വീണ ഭാഗത്ത്. അപ്പോൾ ആ മണ്ണ് കൂടി താഴേക്ക് വരുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇനി ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ തീരുമാനം എടുക്കുക. ബാക്കിയുള്ള അപകട സാധ്യതയൊന്നും തന്നെ ഇപ്പോഴില്ല. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മാധ്യമപ്രവർത്തകരൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ തത്സമയം അത് കണ്ടതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അപകട സാധ്യത ഇനി ഇല്ലാതിരിക്കാൻ പൂർണ്ണമായിക്കൊണ്ടും ആ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പാണക്കാട് നാടുകാണി സംസ്ഥാന പാതയാണ് ഇപ്പോൾ ഈ 3 ദിവസമായി പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലൂടെ കടത്തിവിടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം കടന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഈ മണ്ണ് ഇവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ്